ഹലോ ഗൈസ്, അങ്ങനെ വർഷയുടെ അച്ഛന്റെ അമ്മയുടെയും പ്ലാന് 8 നിലയിൽ പൊട്ടാണ്. അവർ അത്രയും നേരം കഷ്ടപ്പെട്ടത് ഒറ്റ നിമിഷം കൊണ്ട് ചോർന്നു പോവാണ്. അതായത് ഈ പ്രശ്നം നടക്കുന്നതിനിടെ മുൻപ് വർഷയെ കല്യാണം ആലോചിച്ചിരുന്നില്ലേ? വർഷയുടെ മുഖത്തോട്ട് ആസിഡ് ഒക്കെ ഒഴിക്കാൻ നോക്കിയ റോഷന് വർഷയുടെ വീട്ടിലോട്ട് വരികയാണ്. എന്നാൽ റോഷന്റെ ഈ വരവ് കണ്ടിട്ട് വർഷയ്ക്ക് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. വർഷ വേറെ രീതിയിലൊക്കെ ആണ് കേട്ടോ ആലോചിക്കുന്നത്. അതായത് ശ്രീകാന്തിനെ ഒഴിവാക്കിയിട്ട് ഇവനെ എന്റെ തലയിൽ വെച്ച് കിട്ടാനാണോ അച്ഛനും അമ്മയും ശ്രമിക്കുന്നത്? അതിനുവേണ്ടി കളിച്ച നാടകമാണോ ഇതെന്നൊക്കെ വർഷ ചിന്തിച്ചു കൂട്ടുക. അപ്പൊ പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ വർഷ പെട്ടിയും എടുത്ത് അവിടെ ഇറങ്ങുന്നുണ്ട്. 8 നിലയിൽ പൊട്ടിയ മട്ടിലാണ് കേട്ടോ വർഷയുടെ അച്ഛന്റെ അമ്മയുടെ നിൽപ്പ്. ഒരുപാട് അടി കിട്ടിയത് മിച്ചം, അല്ലാതെ ഇതിലൊന്നും പറയാനില്ല. എന്തായാലും ആ ഒരു ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡാണിത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് വർഷയാണ്. വർഷ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ഹാളിൽ ടേബിളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മധുസൂദൻ പറയുന്നുണ്ട്, മോളെ ഇനി എന്താ നിന്റെ പ്ലാന്? എന്ത് പ്ലാനാച്ചാ? അമ്മ വിളമ്പ്, എനിക്ക് വിശന്നിട്ട് വയ്യ. ദേ പെണ്ണെ, നീ ഭക്ഷണം കഴിക്കാതിരിക്കാതെ ഒന്ന് ശ്രീകാന്തിനെ വിളിക്കാൻ നോക്ക്. എന്തിനു ഞാൻ ശ്രീകാന്തിനെ വിളിക്കണം? അവനെ എന്നെ വേണ്ട, അവന്റെ വീട്ടുകാരെ മാത്രം മതി. അതുകൊണ്ടല്ലേ അവൻ എന്നെ ഇട്ടേച്ച് അവിടേക്ക് പോയത്. അല്ലായിരുന്നെങ്കിൽ അവൻ എന്റെ കൂടെ നിന്നേനെ. അതൊക്കെ ശരിയാണ്, അവൻ അവന്റെ വീട്ടുകാരുടെ സ്നേഹം അല്പം കൂടുതലാണ്. ആ സമയത്ത് മധുസൂദൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കും മഹിമേ. എന്റെ മോള് കുറെ നാളുകൾ കൂടിയാണ് ഇത്രയും നല്ല ഭക്ഷണം കഴിക്കുന്നത്. അവൾ അതൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. നീ ചുമ്മാ അതും ഇതും പറഞ്ഞ് മോളുടെ മനസ്സ് മാറ്റാതെ. അതെന്താ അച്ഛാ? അപ്പൊ ഞാൻ ശ്രീകാന്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. അയ്യോ, ഭക്ഷണം കഴിക്കുന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാലും മോൾക്ക് ഇഷ്ടപ്പെട്ട രുചിയൂറിയ ഭക്ഷണങ്ങളൊന്നും അവിടെ ഉണ്ടാവത്തില്ലല്ലോ. ആര് പറഞ്ഞു അവിടെ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കില്ലെന്ന്? രേവതിയേട്ടത്തിയെ നല്ല അസലായിട്ടാ കുക്ക് ചെയ്യാ. ഓ, ആ കള്ളിയോ? അവള് സകല കള്ളത്തരങ്ങളും പഴുത്തിയവളാണ്. അതുകൊണ്ട് അവള് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വല്ലതും വരുത്തിക്കുന്നുണ്ടാവും. നിങ്ങൾക്കൊക്കെ രുചിയുള്ള ഭക്ഷണമായി തോന്നിക്കാൻ വേണ്ടി അത്രയ്ക്കും പെരുങ്കള്ളി അവള്. ദേ അച്ഛ, ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ പാവം രേവതിയേട്ടത്തെ മാത്രം ഒന്നും പറയരുത്. അവരച്ഛൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിയത് ഒട്ടും ശരിയായില്ല. പാവം എത്ര ആളുകളുടെ മുന്നിൽ വെച്ച് തല താഴ്ത്തി നടന്നതെന്നറിയോ? അപ്പോ അവളുടെ ഭർത്താവ് ചെയ്തത് ശരിയാണെന്നാണ് മോള് പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ കുടിയൻ എന്നെ തല്ലി ചതച്ചു, എന്നിട്ട് മോൾക്ക് അവരോടാണ് കൂറ് അല്ലേ? മോൾക്കപ്പം അവരെക്കാൾ വലുതല്ല ഈ ഞങ്ങള് അല്ലേ? അങ്ങനെയൊന്നും അല്ല അച്ഛ പറഞ്ഞത്. അയാൾ അച്ഛനെ തല്ലിയത് ഇന്നും എന്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അതിന് ഞാൻ പ്രതികാരം ചോദിച്ചിരിക്കും ഈ വർഷയാണെങ്കിൽ. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, അയാളുള്ള വീട്ടിലോട്ട് ഞാൻ തിരിച്ചു പോവില്ല. ആ സമയത്ത് മധുസൂദനും മഹിമയും കണ്ണോട് കണ്ണ് നോക്കിയിട്ട് പരസ്പരം ചിരിക്കുകയാണ് കേട്ടോ. അമ്മേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, അമ്മ കുറച്ചുകൂടി ഭക്ഷണം വിളമ്പ്. വേണ്ട വേണ്ട, ഇത് തന്നെ അത്യാവശ്യത്തിനാ. ദേ ഇപ്പൊ തന്നെ നീ ഉരുണ്ട് വരുവാ. നിന്റെ ഈ രീതിക്കുള്ള ഭക്ഷണക്കുതി ഒന്ന് മതിയാക്ക്. ആവശ്യത്തിന് കഴിച്ചു പഠിക്കേണ്ട വർഷേ. ഓ, അപ്പൊ ഇവിടെ വന്നപ്പോ അമ്മ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് കണക്ക് പറയാണോ? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് മധുസൂദൻ പറയുന്നുണ്ട്, മഹിമേ നീ ഒന്ന് ഇവിടുന്ന് പോയേ, എന്റെ മോൾ ആവശ്യമുള്ളത്ര കഴിക്കട്ടെ. എന്താ, അച്ഛനെന്ന് വലിയ സന്തോഷം കിട്ടിയ പോലെയാണല്ലോ. പിന്നല്ലാതെ, എന്റെ മോൾ എന്റെ വീട്ടിലോട്ട് വന്നില്ലേ, ഇനി ഞങ്ങളുടെ കൂടെയല്ലേ മോള് ജീവിക്കാൻ പോകുന്നത്. ആ ഒരു സന്തോഷം അച്ഛനും അമ്മയ്ക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോ. ഓ, അതാണോ? എത്രയും പെട്ടെന്ന് എന്റെ ശ്രീകാന്ത് പുതിയ വീടെടുക്കും. അപ്പോ നമ്മൾ അങ്ങോട്ട് മാറും. ഓ, ഈ ശ്രീകാന്തിനെ കൊണ്ടൊന്നും അത് ഈ അടുത്തൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ. അതുകൊണ്ട് അച്ഛനൊരു വിദ്യ പറഞ്ഞുതരാം. ദേ, ആ ജംഗ്ഷനിൽ എന്റെ പേരിൽ ഒരു ഫ്ലാറ്റ് ഉള്ളത് മോൾക്കറിയാലോ. ആ ഫ്ലാറ്റില് നീയും ശ്രീകാന്തും താമസിച്ചോ. അവിടേക്ക് ആ വീട്ടിൽ നിന്ന് ആരും കയറ്റരുത് മോള്. പ്രത്യേകിച്ച് അവന്റെ അച്ഛനില്ലേ എന്നെ ആക്ഷേപിച്ച ആ രവീന്ദ്രൻ, അയാൾ അങ്ങോട്ട് കയറ്റരുത്. അച്ഛൻ എന്തൊക്കെയാ അച്ഛി പറയുന്നത്? ദേ, അതെ, ശ്രീകാന്തിന്റെ അച്ഛനാണ്. അവരോട് എനിക്ക് അങ്ങനെയൊന്നും പെരുമാറാൻ കഴിയില്ല. ദേ മോളെ, ആ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടല്ലോ ഒരുമാതിരി ആളുകളാ. മോളുടെ അവിടെ ഇരിക്കുന്ന ഗോൾഡ് ഉണ്ടല്ലോ, അത് മോൾ എത്രയും പെട്ടെന്ന് പോയിട്ട് എടുത്തോണ്ട് വരണം. ഇല്ലെങ്കിൽ ആ കള്ളി രേവതി ഉണ്ടല്ലോ, അവള് സമയം നോക്കി അത് അടിച്ചു മാറ്റും. അച്ഛാ, ഒന്ന് നിർത്തുന്നുണ്ടോ? രേവതിയേട്ടത്തി ഇനി ഇങ്ങനെ കള്ളിയാക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ആ പാവ ഏട്ടത്തി അങ്ങനെയൊന്നും പറയണ്ട. ഇതും പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ വർഷ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. എന്നിട്ട് മുറിയിൽ ചെന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് മഹിമ പറയുന്നുണ്ട്, എന്റെ മധുവേട്ട, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? സമയം കിട്ടിയപ്പോ നിങ്ങൾ ശ്രീകാന്തിന്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുവാണോ? അത് അവക്ക് ഇഷ്ടപ്പെടില്ല. അത് പിന്നെ ഞാൻ ആ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയതാ. ഇനി ശ്രദ്ധിച്ചോളാം മഹിമേ, ശ്രദ്ധിക്കണം, അതാ വേണ്ടത്. ഓ ശരി. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വർഷയാണ് കേട്ടോ. വർഷ ബാൽക്കണിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്തിന്റെ കോള് വരുന്നുണ്ട്. ഓ, ശ്രീകാന്ത് ആണല്ലോ. അവൻ കുറച്ച് കിടന്ന് വിളിക്കട്ടെ. എന്നെ പരിഹസിച്ച് എന്റെ വാക്കിന് വില വെക്കാതെ അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് കുറച്ച് വിളിക്കട്ടെ. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗേറ്റ് തുറന്ന് ഒരു കാർ അകത്തോട്ട് വരുന്നത്. എന്നാൽ ഇതൊക്കെ വർഷ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണ്. കാറ് വന്നതും കാറിൽ നിറങ്ങുന്നത് ആരാണ്? വർഷയെ മുന്നേ കല്യാണം ആലോചിച്ച ഈ റോഷനാണ് കേട്ടോ. വർഷയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ നോക്കിയില്ലേ, അയാൾ തന്നെ. എന്നാൽ അയാളുടെ വരവ് കണ്ടിട്ട് വർഷ ആകെ ഞെട്ടിപ്പോവാണ്. അയ്യോ, ഇതാ റോഷനല്ലേ എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ നോക്കിയേ. അവനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ അവന്റെ ലക്ഷ്യം? അയ്യോ, ശ്രീകാന്ത് ആണെങ്കിൽ ഇവിടെ ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാം? ശ്രീകാന്തിനൊന്ന് വിളിച്ചു നോക്കാം, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. ഇതും പറഞ്ഞ് വർഷ ശ്രീകാന്തിന് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രീകാന്ത് അതേ വാശിയിൽ തന്നെ നിൽക്കാണ്. ഓ, ഞാൻ ഇത്രയും നേരം ഫോൺ ചെയ്തപ്പോൾ അവൾക്ക് വിളിക്കാൻ പറ്റിയില്ല, ഇനി അവളും കുറച്ചു നേരം വിളിക്കട്ടെ. അങ്ങനെ അങ്ങ് അവക്ക് മാത്രം വാശി പാടില്ലല്ലോ. ഇതും പറഞ്ഞ് ശ്രീകാന്ത് നിൽക്കാൻ കേട്ടോ. എന്റെ ശ്രീകാന്തെ, ഒന്ന് എടുക്ക്. അയ്യോ, ഞാൻ ഇനി ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയൊന്ന് തലയൂരുക? ഇവൻ എന്തിനാണോ എന്തോ വന്നത്?
ആ സമയത്ത് വർഷയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ, ഇനി എന്റെ അച്ഛന്റെ അമ്മയുടെ പ്ലാൻ ആയിരിക്കുമോ? ഏയ്, എന്റെയും ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇനി എന്തിനാ അവരങ്ങനെ ചെയ്യേണ്ടത്? പറയാൻ പറ്റില്ല. അച്ഛനും അമ്മയും ചിലപ്പോൾ അതും ചെയ്യും, അതിന്റെ അങ്ങേപ്പുറം ചെയ്യും. ഈശ്വര, അപ്പൊ അത് തന്നെയാ സംഭവം. ഇനി ഞാൻ ഇവിടുന്ന് എങ്ങനെയൊന്ന് ഇറങ്ങാ? ഇവനെ എന്റെ തലയിൽ കെട്ടിവെക്കും ഇവര്. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അങ്ങനെ മഹിമ പോയിട്ട് ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവനെ കണ്ട് മഹിമ ആകെ ഞെട്ടാണ്. നീയോ? നീ എന്താ ഇവിടെ? അതെന്താ, എനിക്കെന്താ ഇവിടെ വന്നൂടെ? പഴയൊരു കടം ബാക്കിയിരിപ്പുണ്ടല്ലോ. എന്ത് കടം? എന്റെ മോള് വേറെ വിവാഹം കഴിച്ചു, ഇനി നിനക്ക് എന്ത് കടാ ബാക്കി? നിങ്ങളുടെ മോള് വിവാഹം കഴിച്ചോട്ടെ, പക്ഷേ ഞങ്ങൾ തമ്മിലൊരു ഡീലിങ്സ് ഉണ്ടല്ലോ. ആ ഡീലിങ്സിന്റെ കാര്യം എന്തായി? അതെനിക്കറിയണം. അത് ആരാ മഹിമേ? മധുവേട്ട, റോഷൻ. റോഷനോ? റോഷ, നീ എന്താ ഇവിടെ? ഹോ, എന്നെ കണ്ടപ്പോ പേടിച്ചു പോയോ? ഞാൻ നിങ്ങളെ തല്ലാനോ കൊല്ലാനോ ഒന്നും വന്നതല്ല. എനിക്ക് കിട്ടേണ്ടത് കിട്ടണം. നമ്മൾ തമ്മിലൊരു ഡീലിങ്സ് ഉണ്ടായിരുന്നല്ലോ, അത് നടക്കണം. അത് കല്യാണം കഴിഞ്ഞാലല്ലേ ആ ഡീലിങ്സ്. കല്യാണം കഴിഞ്ഞില്ലല്ലോ. എന്റെ മോള് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. അതിനിപ്പോ എനിക്ക് മഹിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും എനിക്കറിയണ്ട. എന്റെ ജീവിതം വെച്ചാ നിങ്ങൾ കളിച്ചത്, അതുകൊണ്ട് ആ ഡീലിങ്സ് നടന്നേ പറ്റൂ. അപ്പൊ മഹിമ പറയുന്നുണ്ട്, ഹിഷ്ര, മധുവേട്ട, ഇപ്പൊ ഇവനിവിടെ കണ്ടു കഴിഞ്ഞാൽ വർഷ വേറെ പലതും വിചാരിക്കും. ഇവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നൊന്ന് പറഞ്ഞു വിടണം. എന്നെ അങ്ങനെ പറഞ്ഞു വിടാന്ന് വിചാരിക്കണ്ട. എനിക്ക് നിങ്ങളുടെ വർഷയൊന്നും കാണണ്ട. ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയാ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ റോഷനെ അറിയാലോ, എന്റെ സ്വാധീനം വെച്ച് ഞാൻ പലതും ചെയ്യും. റോഷ, നീ ഒന്ന് അടങ്ങ്. നിനക്ക് തരാൻ പറഞ്ഞതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. നീ നാളെ എന്നെ ഓഫീസ് വന്ന് കാണ്. എങ്ങനെ കേട്ടില്ല? ഓഫീസ് വന്ന് കാണാനോ? താനേ എന്റെ അടുത്തേക്കാടോ വരേണ്ടത്? ആയിക്കോട്ടെ, ഞാൻ തന്നെ അവിടെ വന്ന് കണ്ടോളാം. എന്തായാലും റോഷൻ ഇപ്പൊ ഇവിടുന്ന് പോവും. ശരി. നാളത്തെ ഒരു ദിവസം കൂടി, അത് കഴിഞ്ഞ് എനിക്കൊരു തീരുമാനം അറിയണം. ശരി, ആയിക്കോട്ടെ. എന്നാ പിന്നെ റോഷൻ പോകുന്നു. ഇതും പറഞ്ഞ് റോഷൻ അവിടുന്ന് പോവാണ്ടോ. ആ സമയത്ത് മഹിമ പറയുന്നുണ്ട്, അയ്യോ, വർഷ കാണാഞ്ഞത് ഭാഗ്യം. ആ സമയത്താണ് വർഷ വരുന്നത്. ആര് കണ്ടില്ലെന്ന്? എന്ത് ഡീലിങ്സിന്റെ കാര്യ അവൻ നിങ്ങളോട് പറഞ്ഞത്? അത് പിന്നെ മോളെ, മുൻപ് കല്യാണം ആലോചിച്ചിരുന്നല്ലോ, അപ്പോൾ ഒരു ഡീലിങ്സ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ ഉള്ള ഡീലിങ്സിനെ കുറിച്ചല്ല. ഇവളെന്താ മധുവായിട്ട് പറയുന്നത്? ഇപ്പോൾ ഉള്ള ഡീലിങ്സോ? അതെന്താ? എനിക്ക് മനസ്സിലായി, അച്ഛന്റെ അമ്മയുടെ നാടകം. അപ്പൊ ഇതുവരെ കളിച്ചതൊക്കെ നാടകമായിരുന്നു. ശ്രീകാന്ത് എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക. ശ്രീകാന്തിന്റെ ഭാഗത്താ ശരി. നിങ്ങളൊക്കെ വിശ്വസിച്ച എന്നെ വേണം പറയാൻ. ആ സച്ചിയുടെ കയ്യിന്ന് അച്ഛൻ നാണമില്ലാതെ എണ്ണി വാങ്ങിച്ചില്ലേ? അതും വാങ്ങിച്ച് മിണ്ടാതിരിക്കുന്നതിന്റെ അർത്ഥം ഇതായിരുന്നു അല്ലേ? ഞാൻ കരുതിയിരുന്നു അച്ഛനെന്താ ഇത്രയൊക്കെ നടന്നിട്ടും ഒരു രീതിക്കും പ്രതികരിക്കാത്തതെന്ന്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എന്തായാലും ഞാൻ പോവുക. അയ്യോ മോള് ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടാ മോളെ? ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കില്ല. അവനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക നിങ്ങൾ. അച്ഛ, പണത്തിന്റെ സ്വാധീനം ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും അതിൽ വലിച്ചു മുറുക്കാന്ന് കരുതണ്ട. ഈ വർഷം അതിന് കിട്ടില്ല. ഇതും പറഞ്ഞുകൊണ്ട് ട്രോളി എടുത്തുകൊണ്ട് വർഷം അവിടുന്ന് പോകുന്നുണ്ട്. മോളെ, നീ ഒന്ന് നിക്ക്, ഞങ്ങളൊന്ന് പറയുന്നത് കേൾക്ക്. നിങ്ങൾ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എന്നെ ശ്രീകാന്ത് പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്, ഞാൻ അവന്റെ കൂടെ പോവാ. മോളെ, സത്യം പറഞ്ഞ അവന് ഞങ്ങൾ വിളിച്ചു വരുത്തിയതല്ല. ആര് പറഞ്ഞല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ അവരുമായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ഇതും പറഞ്ഞ് വർഷ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ശ്രീകാന്ത് ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീകാന്ത് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നാണം ഇല്ലല്ലോ അങ്കിളെ നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞൊരു മകളാണ്. ഇനി അവളെ മറ്റൊരുത്തന്റെ തലയിൽ വീണ്ടും കെട്ടിവെക്കാൻ നോക്കുകയാണോ? സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നതിന് തുല്യമല്ല അതൊക്കെ. മോനെ ശ്രീകാന്ത്, അങ്ങനെയൊന്നും അല്ല സംഭവം. അവനിപ്പോ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടു. എന്റെ ഭാര്യ അവൻ സ്വന്തമാക്കാന്ന് കരുതിയെങ്കിൽ അവൻ വെറുതെ വിചാരിക്കുക ഈ ശ്രീകാന്തിന്റെ തലയ്ക്ക് മുകളിൽ തലയുള്ളിടത്തോളം കാലം വർഷയെ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്റെ ഏട്ടനെ ഒന്ന് ഇറങ്ങിയാ മതി. നിങ്ങൾക്ക് കിട്ടിയതിന്റെ ചൂട് ഇതുവരെ മാറിയിട്ടില്ലല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുവാ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയ പോരായിരുന്നു എന്ന്. അയ്യോ മക്കളെ, ഞങ്ങളെയൊന്നും മനസ്സിലാക്ക്, ഒന്നും കേൾക്കണ്ട. മോളുടെ ബന്ധവും പറഞ്ഞ് ഇനി ആ വീടിന്റെ പടി ചവിട്ടരുത് നിങ്ങളാരും. പക്ഷേ നീ വരാൻ നോക്കിയേ. ഇതും പറഞ്ഞ് വർഷ അവന്റെ കൂടെ ഇറങ്ങി പോവാൻ കേട്ടോ. ആ സമയത്ത് മധുസൂദൻ ആകെ കുഴഞ്ഞങ്ങ് വീഴുന്നുണ്ട്. അയ്യോ മധുവേട്ട, എന്തു പറ്റി? എന്താ പറ്റിയത്? മഹിമേ, കുറച്ച് വെള്ളം എനിക്ക് താ. ഇപ്പൊ എടുത്തോണ്ട് വരാം മധുവേട്ട. ഇതും പറഞ്ഞ് വെള്ളം എടുക്കാൻ വേണ്ടി മഹിമ കിച്ചണിലോട്ട് ഓടാണ്. എന്നിട്ട് വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട്. ഇത് കുടിക്കും മധുവേട്ട. എന്താ പറ്റിയത്? മഹിമേ, എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ ഒരു നിമിഷം കൂടെ നടന്നത്? കുറച്ച് അടി കിട്ടിയത് മിച്ചം, അല്ലാതെ ഒന്നും സംഭവിച്ചില്ല. അത് മാത്രോ, ഇനി നമ്മളോട് ആ വീടിന്റെ പടി ചവിട്ടരുതെന്ന ആ ശ്രീകാന്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്ലാനൊക്കെ ഒരു നിമിഷം കൊണ്ട് കലങ്ങിപ്പോയല്ലോ. അയ്യോ, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് ആ കുടിയന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു, എരന്ന് വാങ്ങിച്ചു. എന്തിനാ ഇനി മഹിമയെ ഞാൻ ജീവിക്കുന്നത്? നമ്മുടെ മോൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഇട്ടെറിഞ്ഞിട്ട് പോയി. എല്ലാത്തിനും കാരണം ആ റോഷനാ. അവനെ കൊല്ലും ഞാൻ. അവനെ കൊല്ലണം മധുവേട്ടാ. നമ്മുടെ മോക്ക് അവന് സ്വസ്ഥത കൊടുക്കില്ല. അവന് നമ്മുടെ കണ്ണായ പറമ്പിൽ ആ ഫ്ലാറ്റ് വേണത്രേ.
കൊടുക്കരുത് അവന്. അതും കൂടി കൊടുത്താൽ എന്തിനാ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? ഓക്കെ, ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഈ ഒരു എപ്പിസോഡ് കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. ഇതുപോലെ ഇനി കിടിലൻ എപ്പിസോഡ് വരാനിരിക്കുകയാണ്. ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.